ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? മിക്ക വീട്ടമ്മമാർ ചോദിക്കുന്നത് ഇന്ന് ചോറ് എങ്ങനെയും ഒക്കെ റെഡിയാക്കും, ഇന്ന് എൻ്റെ കറി വെക്കും. വിഷമിക്കണ്ട, വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു നാടൻ കറിയാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. 2 പച്ചക്കായും 2 പച്ചത്തക്കാളി ഉണ്ടെങ്കിൽ സിമ്പിളായിട്ടൊരു കറി ഉണ്ടാക്കും. നമ്മുടെ നാടൻ കറിയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ വേണ്ടിയാണ്, ഒരു പക്ഷേ അറിയാൻ പറ്റാത്ത ആൾക്കാരും കാണും, അവർക്ക് വേണ്ടിയാണ് നമ്മൾ ഈ കറി പരിചയപ്പെടുത്തുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. 1-2 പച്ചക്കായ എടുക്കുക. ഇപ്പം ഈ കായ വേണമെന്നില്ല, കറിക്കാണേലും മതി. ഇതേപോലെ ഒന്ന് ചുരണ്ടി ഇതിൻ്റെ പുറത്തെ ആൾക്കെല്ലാം ഒന്ന് കളയണം. ഞാൻ ഈ പച്ചക്കായുടെ ഈ തൊലി ഇങ്ങനെ ചിരണ്ടി കളയുന്നതുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ തൊലി ഇത് പൊളിച്ചതിന് ശേഷം എടുക്കാവുന്നതാണ്. വെള്ളത്തിനകത്തിട്ട് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇനി അതൊന്ന് അരിച്ചെടുക്കാം. ഇതേപോലെ അങ്ങോട്ട് അരിഞ്ഞ് വെക്കുക. ഞാൻ 2 എണ്ണം എടുക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അംഗസംഖ്യ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ച് പച്ചക്കായ എടുക്കണം. ഈ ഒരു രീതിക്ക് അങ്ങോട്ട് അരിച്ചെടുക്കുക. മൺചട്ടിക്കകത്ത് വേണമെങ്കിലും ചെയ്യാം, അല്ല ഇതുപോലെ കടായിക്കകത്താണേലും അത് റെഡിയാക്കി എടുക്കാം. അത് നമ്മൾ ഈ കടായിക്കകത്തോട്ട് ഇട്ടിട്ടുണ്ട് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കായ. ഇനി ഇതിനകത്തോട്ട് പച്ചത്തക്കാളിയും കൂടെ അങ്ങോട്ട് അരിഞ്ഞിട്ട് ഞാൻ 2 പച്ചത്തക്കാളി എടുക്കുന്നുള്ളൂ. കാര്യം പുളി ഒത്തിരി ആയാൽ ടേസ്റ്റ് കാണത്തില്ല. അപ്പോൾ ഇതേപോലെ 2 പച്ചത്തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് 2-3 പച്ചമുളകും കൂടെ അങ്ങോട്ട് കീറിയിടാം. ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അത്യാവശ്യം കുറച്ച് പൊടികളൊക്കെ ചേർക്കണം. ആദ്യമേ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി, ഏകദേശം ഒരു 3/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടതിന് ശേഷം നമുക്ക് അടുപ്പൊന്ന് കത്തിക്കാം. നേരെ അടുപ്പത്തോട്ട് വെക്കാം. ഇനി ഇത് വേകാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് നമുക്ക് ചോറിനുള്ള ഒരു കറിയാണ്. ഇപ്പോൾ ഒരല്പം ചാറോട് കൂടി വേണം ഈ കറി ഉണ്ടാക്കാനായിട്ട്. ഇതേപോലെ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കണം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി ഇതേപോലെ ഒന്ന് മുങ്ങിക്കിടക്കണം. ഒരു തണ്ട് കറിവേപ്പില അതുകൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി പിച്ചി കയറി ഇങ്ങനെ കൊണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെക്കുകയാണ്. ഉപ്പ് ചേർത്തിട്ടില്ല. നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്കൊരല്പം ഉപ്പിട്ട് കൊടുക്കും. അത് തിളക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് ഇച്ചിരി അരപ്പൊക്കെ വേണം. ഇതുപോലെ 1 കപ്പ് തേങ്ങാപ്പീര ജാറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 6 കൊച്ചുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. ആ ഉള്ളിയും കൂടി ഇതിൻ്റെ അകത്തോട്ട്. ഇനി നമുക്കിതിൻ്റെ അകത്തോട്ട് 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയാണ് അങ്ങോട്ടിട്ട് കൊടുക്കുന്നത്. സാധാരണ ഇതേപോലത്തെ കറിക്കൊക്കെ ജീരകം അരയ്ക്കും, ചെറിയ ജീരകം അരച്ചാണ് ചേർക്കുന്നത്. പക്ഷേ ഞാൻ ജീരകം ഒഴിവാക്കിക്കൊണ്ട് മല്ലിപ്പൊടി മാത്രമേ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുള്ളൂ. ഈ മല്ലിപ്പൊടി ഇട്ട് അരച്ച് ചേർക്കണം, നല്ലൊരു ടേസ്റ്റ് കിട്ടും. കാര്യം എന്താ വെച്ചാൽ ഈ മീൻകറിയുടെ ഒരു ചെറിയ ടേസ്റ്റൊക്കെ ഇതിനകത്ത് കിട്ടും. മീനില്ലാതെ മീൻകറിയുടെ ടേസ്റ്റ് കിട്ടാനായിട്ടാണ് ജീരകം ഒഴിവാക്കിക്കൊണ്ട് മല്ലിപ്പൊടി ചേർത്ത്. ഇനി ഇത് നല്ല മഷി പോലെ അരച്ചെടുക്കണം. അരച്ചുകൊണ്ട് വരട്ടെ. അപ്പം തേങ്ങയൊക്കെ അരച്ചിട്ടുണ്ട്. നോക്കട്ടെ, നല്ലപോലെ അരഞ്ഞോ. അരപ്പ് റെഡിയായ ശേഷം അതിവിടെ വെക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കാം. നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ല തിളയായിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പുപൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി ഇനി ഒന്നുകൂടെ ഒന്ന് അടച്ചു വെക്കുകയാണ്. ഇനി ഇതൊന്ന് വേകട്ടെ. അപ്പോഴത്തേക്ക് അരപ്പും റെഡിയാവും. നമുക്ക് തുറന്ന് നോക്കാം. കഷ്ണമൊക്കെ വെന്തോന്ന് നോക്കട്ടെ. ഒന്ന് ഇളക്കി നോക്കട്ടെ. ഈ കായ വെന്തൊന്ന് നോക്കണം. ഇതുണ്ട്, ഇത് വെന്തിട്ടുണ്ട്. പിന്നെ ഒന്ന് കുത്തി നോക്കുമ്പോൾ അറിയാമല്ലോ.
വെന്തതിന് ശേഷം ഈ അരപ്പ് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ വേറെ കാര്യമുണ്ട്, ഒരു പക്ഷേ ഉണക്കമീനൊക്കെ കൂട്ടുന്ന ആൾക്കാരാണ്, അവർക്ക് വലിയ ഇഷ്ടം ഈ ഉണക്കമീൻ കറി കായൊക്കെ വിട്ട്. അങ്ങനെ ഉള്ളവർക്ക് ഇതേപോലെ ഉണക്കമീൻ ഏതാണെന്ന് വെച്ചാൽ അത് ചേർത്ത് അങ്ങനെയും കറി ഉണ്ടാക്കാം. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. തീ ഒന്ന് കുറച്ച് വെച്ച് വേണം അരപ്പ് ചേർക്കുക. ഇനി ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്ക് ഈ ജാറിൻ്റെ അകത്തുള്ള അരപ്പൊടിഞ്ഞ് എടുക്കും. ഈ കറിയൊക്കെ മിക്ക വീട്ടമ്മമാർക്കും അറിയാൻ പേർക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ ഇത്ര വിശദമായിട്ടൊക്കെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതുകൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇച്ചിരി ചാറ് കറിയായിട്ടാണ്, നമുക്ക് ചോറിനുള്ള കറിയായിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. അരപ്പ് ചേർത്ത ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അരപ്പിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരല്പം എടുത്ത് തൊട്ട് നോക്കണം. ഉപ്പ് വല്ലതും കുറവുണ്ടെങ്കിൽ ആവശ്യത്തിൽ ചേർക്കാവുന്നതാണ്. ഇപ്പോൾ ഇനി ഒരുപാട് അങ്ങ് തിളച്ചൊന്നും ഉപ്പ് വേണ്ട, നല്ലപോലെ ചൂടാക്കിയിട്ട് അടുപ്പത്ത് വാങ്ങി വെക്കണം. ഇപ്പോഴത്തെ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഇത് താഴോട്ട് വെക്കാം. താഴോട്ട് വെച്ച് അടച്ചു വെക്കാം. ഒന്ന് അടച്ചു വെക്കുകയാണ് ഇട്ടിരിക്കണം. ഇതൊരു നാടൻ കറിയാണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും ഇതൊക്കെ താളിച്ചൊഴിക്കണം. നമുക്ക് ഇതേപോലെ ചീനച്ചട്ടി അടുപ്പത്തിട്ട് വെക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ കണക്കിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുകിന് പകരമായിട്ട് ഞാൻ ഉലുവയാണ് ചേർക്കുന്നത്. ഒരു നുള്ളു ഉലുവ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉലുവ എന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഒരു 5-6 കൊച്ചുള്ളി ഇതുപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. 2-3 വറ്റൽമുളക് അങ്ങോട്ട് മുറിച്ചങ്ങോട്ട് ഒന്ന് ഇളക്കി ഒരു 2 കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി ഇതെല്ലാം അവിടെ മൂപ്പിച്ച് റെഡിയാക്കണം. നമുക്ക് ഒരു നുള്ളു മുളക് പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കും. ഒരു കളറിന് വേണ്ടിയാണ് ഞാനത് ഇടുന്നത്. ഇനി അടുപ്പ് അങ്ങ് നിർത്തിയിട്ട് ഇനി ഈ കറിക്കകത്തോട്ട് ഈ താളിച്ചങ്ങോട്ട് ഒഴിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ചോറുണ്ടാക്കി വെച്ചിട്ട് കറി എന്നാ ചെയ്യും, എന്നും മീൻ കറി എന്നൊക്കെ പറയുന്ന ഒരു സ്വഭാവം നമുക്കെല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ ഇതേപോലെ ഒരു നാടൻ കറി, ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള നാടൻ കറിയൊക്കെ ചെയ്യാൻ ആഗ്രഹം ഉള്ള പിള്ളേർ കാണും. അവർക്ക് വേണ്ടി ഞാൻ പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. നല്ല രുചികരമായ ഒരു കറിയാണിത് കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. നിങ്ങളത് ചെയ്തു നോക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും ഞാൻ പറഞ്ഞ സത്യമാണെന്നുള്ളത്. നല്ല ടേസ്റ്റാണ്, ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. അപ്പോൾ ഇതേപോലുള്ള നാടൻ കറികളൊക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ചെയ്തു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇഷ്ടപ്പെടും. നല്ല രുചികരമായ ഒരു കറി തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ മറക്കാനും സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല. വേറെ വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് വരാം. ബൈ.